മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രം പല സന്ദർഭങ്ങളിലും ആഗോള തലത്തിലും പ്രാദേശിക തലങ്ങളിലും ചർച്ചയാവാറുണ്ട്. എറണാകുളത്തെ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചതിനെ തുടർന്ന് സ്കൂൾ അധികാരികൾ കുട്ടിയെ പുറത്താക്കുകയും അതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് എപ്പോഴും നാം ഉള്ളത്. പറഞ്ഞതുപോലെ ഇത് പുതിയ ഒരു സംഭവമല്ല. ഹിജാബുമായി ബന്ധപ്പെട്ട് ലോകതലത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ, കർണാടകയടക്കമുള്ള സംസ്ഥാനങ്ങളിലും BJP ഭരണകാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ട് വലിയ സമരങ്ങൾ കർണാടകയിൽ ഈ ഹിജാബ് വിലക്കിനെതിരെ രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ സംസ്ഥാനത്തും പ്രാദേശിക തലത്തിലും ആഗോളതലത്തിലുമെല്ലാം വിവിധ പ്രതിഷേധങ്ങൾ ഹിജാബ് വിലക്കിനെതിരെ, ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് കൃത്യമായിട്ടത് കാണാനും അറിയാനും കഴിയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഹിജാബിനെ കുറിച്ച് തന്നെയാണ് നാം സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആളുകളോട് ഉപദേശിക്കുമ്പോഴാണ് ആളുകളുടെ ഹൃദയത്തിൽ അത് കൂടുതൽ ടച്ചിങ് ആവുക, ഹൃദയസ്പർശിയാവുക എന്നതുകൊണ്ടാണ് ഈ ഒരു ശൈലി സ്വീകരിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും കേട്ടതിൽ നല്ലതനുസരിച്ച് പ്രവർത്തിക്കുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഹിജാബിന്റെ പ്രാധാന്യം അത് നമ്മൾ നല്ലതുപോലെ പഠിക്കുകയും നമ്മുടെ മക്കളെയും ലോകത്തെയും അത് നല്ലതുപോലെ പഠിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹിജാബിന്റെ മഹത്വം അത് ലോകത്തൊരു സന്ദേശം എന്ന നിലയിൽ എത്തിച്ചു കൊടുക്കുക, നമ്മുടെ കുടുംബത്തിൽ ഇത് പ്രാവർത്തികമാക്കുക, അത് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക, സ്വന്തം കുടുംബത്തിൽ പ്രാവർത്തികമാക്കുക, ലോകത്ത് അതിൻ്റെ മഹത്വം വിളംബരം ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഉത്തരവാദിത്വം, ഇത്തരം വിവാദങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ഇത്തരം സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അത്തരം അജണ്ടകളെ അതിജീവിക്കുവാനും നമുക്ക് സാധ്യമാവണം. ഈ രണ്ട് കാര്യങ്ങളെയും ഒരുപോലെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഒന്ന്, ഹിജാബിന്റെ മഹത്വം അറിയുക, പ്രാധാന്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇന്ന് പല ചർച്ചകളിലും നമ്മൾ കേൾക്കുന്നത് പോലെ, പല സാമൂഹ്യ മാധ്യമ ചർച്ചകളിലും അതല്ലെങ്കിൽ പല ചാനൽ ചർച്ചകളിലും നമ്മൾ അറിയുന്നത് പോലെ, നമ്മൾ കേൾക്കുന്നത് പോലെ ഇത് ഐച്ഛികമായിട്ടുള്ള, ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമാണ്, അനിവാര്യമായ മതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്, നിർബന്ധമായ മതാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഖുർആനും ഹദീസും അല്ലാഹും റസൂലും ഒരുപോലെ വ്യക്തമാക്കിയ, കൃത്യമാക്കിയ കാര്യമാണ് ഹിജാബ് മുസ്ലിം സ്ത്രീ നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളത്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, ഓ പ്രവാചകരെ, കുൽ നിങ്ങൾ പറയണം, ലി അസ്വാജിക, നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയണം, ഓ ബനാതിക, താങ്കളുടെ പെൺമക്കളോടും നിങ്ങൾ പറയണം, വ നിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസിനികളായ വനിതകളോടും നിങ്ങൾ പറയണം. പ്രവാചക പത്നിമാരോട് മാത്രമല്ല, പ്രവാചകന്റെ പെൺമക്കളോട് മാത്രമല്ല പറയേണ്ടത്, സത്യവിശ്വാസികളായ മുഴുവൻ വനിതകളോടും പറയണമെന്നാണ് ഖുർആൻ അല്ലാഹു ആജ്ഞാപിക്കുന്നത്, പ്രവാചകനോട് ആജ്ഞാപിക്കുന്നത്. എന്താണ് പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മേലാടകൾ അവരുടെ ശരീരത്തിന്മേൽ അവർ താഴ്ത്തിയിടണം എന്ന് നിങ്ങൾ പറയണം. അതാവണം അവരുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഹിജാബ് അവരുടെ സംസ്കാരമായിട്ട് മാറേണ്ടതുണ്ട്. പ്രവാചകരെ, മുസ്ലിം സ്ത്രീകൾ തിരിച്ചറിയപ്പെടാൻ ഏറ്റവും നല്ല കാര്യം ഹിജാബ് ധരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഹിജാബ് ധരിക്കുക എന്നതാണ്. അതുപോലെ തന്നെ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും കരണീയമായിട്ടുള്ള കാര്യം അവർ ഹിജാബ് ധരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്നവനും അല്ലാഹു കരുണാവാരിധിയുമാണെന്ന് ഖുർആൻ പറയാൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രവാചകനോട് ആജ്ഞാപിക്കുകയാണ്, ഓ പ്രവാചകരെ,
പ്രവാചകരെ താങ്കൾ താങ്കളുടെ ഇണകളോടും താങ്കളുടെ പെൺമക്കളോടും സത്യവിശ്വാസിനികളായ മുഴുവൻ വനിതകളോടും പറയണം, അവരവരുടെ മേലാടകൾ താഴ്ത്തിയിടണം, അവരുടെ മുഖമക്കനുകൾ എങ്ങനെ അവരുടെ ശരീരത്തിലൂടെ അവർ താഴ്ത്തിയിടണം. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ശിരസ് മറച്ചുകൊണ്ട് ആ മുഖമക്കനകൾ കഴുത്തും നെഞ്ചും മറയുന്ന രീതിയിൽ താഴ്ത്തിയിടണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നതെന്ന് കുറച്ചുകൂടി മറ്റൊരു സംഭവം പറയുമ്പോൾ വ്യക്തമാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കൽ നേരിയ വസ്ത്രമിട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നേരിയ വസ്ത്രമിട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അസ്മാഉ ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീദ ലം തസ്ലുഹ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ. ഒരു സ്ത്രീക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മുഖം, പ്രവാചകൻ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ ഭാഗവും അതുപോലെ ഈ ഭാഗവും മുഖവും മുൻകൈയും ഒഴികെ മറ്റൊരു ഭാഗവും പ്രത്യക്ഷമാവാൻ പാടില്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞ ഒരു സ്ത്രീയിൽ നിന്നും ഈ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഒരു ഭാഗവും ഒരു ഘട്ടത്തിലും പ്രത്യക്ഷപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ടും തന്റെ ഇരു മുൻകൈകളിലേക്കും ചൂണ്ടിക്കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സഹോദരങ്ങളെ, അത് നിർബന്ധമായും പാലിച്ചിരിക്കണം. പ്രായപൂർത്തിയായ സ്ത്രീകൾ മുഴുവനും അത് നിർബന്ധമായും പാലിച്ചിരിക്കണം. പ്രായപൂർത്തിയാവുന്നതിന്റെ മുമ്പ് പെൺമക്കളെ അതിനുള്ള പരിശീലനം നൽകണം. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. കേവലം ഒന്നോ രണ്ടോ തുണി അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വസ്ത്രം എന്നതിലുപരിയായി ഹിജാബ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിനിയുടെ ഇസ്ലാമിക സംസ്കാരമാണ്. ഇസ്ലാമിന്റെ കൾച്ചറിന്റെ സഖാഫത്തുൽ ഇസ്ലാമിയുടെ ഭാഗമാണ്, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർ സാമൂഹിക ജീവിതത്തിൽ ഇടപഴകുമ്പോൾ പാലിക്കേണ്ടുന്ന നിയന്ത്രണങ്ങളുടെ ചുണ്ടുപലകയാണ് യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറയുന്നത്. അതൊന്നോ രണ്ടോ വസ്ത്രത്തിന്റെ പേര് മാത്രമല്ല, മറിച്ച് പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ പാലിക്കേണ്ടുന്ന നിയന്ത്രണങ്ങളുടെ ചുണ്ടുപലകയാണ് ഹിജാബ് എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു തആല സൂറത്തുൻ നൂറിൽ പറഞ്ഞത്. ഒരുപാട് നിർദ്ദേശങ്ങൾ, ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൻ നൂറിലൂടെ വിശേഷിച്ചും അല്ലാഹു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു പറയാണ്, വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് തീർത്തും ഉദാരമായ ഒരു ലിബറൽ കൾച്ചറിനെ പിന്തുടരുന്ന ഒരു സമുദായമല്ല ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിയന്ത്രണങ്ങളിൽ ജീവിക്കുവാൻ ബാധ്യസ്ഥരായ ഒരു സമുദായവും ഒരു സമൂഹവും ഒരു ഉമ്മത്തും തന്നെയാണ് ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്നത്. ഈ സമൂഹത്തെ നിയന്ത്രണങ്ങൾ പഠിപ്പിക്കുകയാണ് സൂറത്തുൻ നൂറിലെ ധാരാളം വചനങ്ങളിലൂടെ അല്ലാഹു ഹിജാബുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ട വിശദീകരണം എന്ന രീതിയിൽ തന്നെയാണ് ഈ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകരോട് പറയാണ്, അതല്ലെങ്കിൽ വിശ്വാസികളോട് പറയാണ്, വഖുല്ലിൽ മുഅ്മിനീന, പ്രവാചകരെ നിങ്ങൾ വിശ്വാസികളോട് പറയണം, യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തേണ്ടതുണ്ട്, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അന്യ സ്ത്രീകളിൽ നിന്ന് അവരുടെ ദൃഷ്ടികൾ അവരെ താഴ്ത്തുകയും അവരുടെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ധാർമ്മികമായ ജീവിതം നയിക്കുകയും ചെയ്യാൻ നിങ്ങൾ വിശ്വാസികളോട് പറയണം. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് വിശുദ്ധമായിട്ടുള്ള വഴിയെന്ന് പറയുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അല്ലാഹു തആല അവരെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നവർ ചിന്തിക്കട്ടെ. പ്രവാചകരെ, വിശ്വാസികളോട് നിങ്ങൾ പറയണം, പുരുഷന്മാരോട് നിങ്ങൾ പറയണം. പുരുഷന്മാരോട് മാത്രമല്ല, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുന മിൻ അബ്സാരിഹിന്ന, വിശ്വാസിനികളോടും നിങ്ങൾ ഇതേ വാക്കുകൾ തന്നെ പറയണം. അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തേണ്ടതുണ്ട്, അന്യ പുരുഷന്മാരിൽ നിന്ന് അവരുടെ ദൃഷ്ടികൾ അവരെ താഴ്ത്തേണ്ടതുണ്ട്. വയഹ്ഫളന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, സ്വയം പ്രകടമായ വെളിവായ ഭാഗമൊഴികെയുള്ള എല്ലാത്തരം ഭംഗിയും അവർ
വെളിവാക്കാതെ തന്നെ അവരുടെ ഭംഗി വെളിവാക്കാതെ അവര് ജീവിക്കേണ്ടതുണ്ട്, മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടങ്ങളിലൂടെ അവരെ താഴ്ത്തിയിടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം വളരെ കൃത്യമാണ്. ഹുമർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മുഖമക്കനകൾ ശിരോവസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറയുക മാത്രമല്ല, ആ ശിരോവസ്ത്രങ്ങൾ മാറിടങ്ങളിലൂടെ താഴ്ത്തിയിടണമെന്ന് വിശ്വാസിനികളോട്, മുസ്ലിം സ്ത്രീകളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടങ്ങളിലൂടെ അവരെ താഴ്ത്തിയിടുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ആരുടെ മുമ്പിൽ മാത്രമേ ആ മുഖമക്കനകൾ ഇല്ലാതവർക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വിശദീകരിക്കുകയാണ്. മുഖമക്കനകളില്ലാതെ ഹിജാബില്ലാതവർക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന പരിമിതമായ ആളുകളെ ഉള്ളൂ. ആ ആളുകൾ ആരെല്ലാം എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. അവരുടെ ഭർത്താക്കന്മാരെ, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ, അവരുടെ പിതാക്കന്മാരെ, അതുപോലെ തന്നെ വ്യക്തമായി തുടർന്ന് പറയുന്ന അവരുടെ മക്കളടക്കമുള്ള അവരുടെ സഹോദരന്മാരടക്കമുള്ള ആളുകൾ, അവരുടെ മുമ്പിലല്ലാതെ ഈ ഹിജാബില്ലാതെ അവരെ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. വിശ്വാസിനികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്താനും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കാനും പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, അവരവരുടെ ഭംഗിയെ വെളിപ്പെടുത്താൻ പാടില്ല. അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടങ്ങളിലൂടെ താഴ്ത്തിയിടണം. അവരുടെ അലങ്കാരം അതല്ലെങ്കിൽ അവരുടെ ഭംഗികൾ അവരുടെ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ അവർ വെളിപ്പെടുത്താൻ പാടില്ല. ഹിജാബില്ലാതെ അവരുടെ പിതാവിന്റെ മുമ്പിലല്ലാതെ, അവരുടെ മക്കൾ, അവരുടെ സഹോദരന്മാർ ഇവരുടെ മുമ്പിലല്ലാതെ പ്രത്യക്ഷപ്പെടാൻ പാടില്ലെന്ന് വളരെ കൃത്യമായും വ്യക്തമായും, അതല്ലെങ്കിൽ അങ്ങനെ എണ്ണപ്പെട്ടുകൊണ്ട് ഇതേ വചനത്തിൽ തുടർന്ന് പറയുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളായ ചില ആളുകളുണ്ട്. അവരുടെ മുമ്പിലല്ലാതെ പ്രത്യക്ഷപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ആരുടെ മുമ്പിലെല്ലാമാണ് ഹിജാബില്ലാതെ പ്രത്യക്ഷപ്പെടാൻ പറ്റുക എന്നതിനെ വളരെ കൃത്യമായി നിർണിതമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ മുമ്പിലല്ലാതെ ഹിജാബില്ലാതെ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞു, വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഹിജാബിന്റെ മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിക്കണം. ദാലികും മത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും വിശുദ്ധി കൈകൊള്ളാൻ ഏറ്റവും കരണീയമായ മാർഗമെന്ന്. ഇതെല്ലാം ഖുർആനിലൂടെ വളരെ കൃത്യമായി വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ലംഘിക്കുവാൻ വിശ്വാസിക്ക് അർഹതയില്ല, വിശ്വാസിക്ക് അധികാരമില്ല. കാരണം ഖുർആൻ നസ്സായി പറഞ്ഞ കാര്യമാണ്, ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉദാരമായിട്ട് സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്ന ഒരു ലിബറൽ സംസ്കാരമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നതാണ് ഹിജാബിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഹിജാബിന്റെ സംസ്കാരം അതാണ് ലോകത്തിന്റെ ഭാവിയിൽ നല്ല ഒരു ഭാവി ലോകത്ത് ഉണ്ടാവാൻ, നല്ല സന്തോഷകരമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഏറ്റവും ഉചിതമായ സംസ്കാരം എന്ന് ലോകത്ത് പ്രചരിപ്പിക്കുവാൻ കൂടി വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അതല്ലാതെ ഒരു അപകർഷതാ ബോധത്തോടുകൂടി ഇത് ഏതോ കാലത്ത് ഒരു പ്രാകൃതമായ സംസ്കാരമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംസ്കാരവുമായിട്ട്, ലോകത്തെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ ഏറ്റവും മാതൃകാപരവുമായ ഹിജാബി സംസ്കാരവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല. അപകർഷതാ ബോധമില്ലാതെ ഈ ഹിജാബിന്റെ മഹത്വം ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ധാരാളം നിർദ്ദേശങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഹിജാബി സംസ്കാരം പാലിക്കണമെന്ന് അല്ലാഹു പറയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. ഖുർആൻ പറയുകയാണ്, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റു വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, നിങ്ങൾ അനുവാദം ചോദിക്കുന്നത് വരെ, ആ വീട്ടുകാർക്ക് സലാം ചൊല്ലുന്നത് വരെ, സലാം ചൊല്ലിക്കൊണ്ട് അനുവാദം ചോദിക്കുന്നത് വരെ നിങ്ങളുടെ വീടുകളല്ലാത്ത മറ്റു വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമമായത്, നിങ്ങൾ ഉത്ബുദ്ധരാവുന്നതിന് വേണ്ടി. ഫഇല്ലം തജിദൂ ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുദന ലക്കും, നിങ്ങൾ അവിടെ ആ വീട്ടിൽ നിങ്ങൾക്ക് അനുമതി നൽകാൻ ആരെയും കണ്ടിട്ടില്ല എങ്കിൽ
നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളോട് മടങ്ങിപ്പോവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോവുകയാണ് വേണ്ടത്. അതാണ് ഏറ്റവും വിശുദ്ധമായ മാർഗമെന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വിശുദ്ധമായ സംസ്കാരം എന്ന് പറയുന്നത്. വല്ലാഹു ബിമാ തഅമലൂന അലീം. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അനുമതി ചോദിച്ചുകൊണ്ട് സലാം ചൊല്ലിക്കൊണ്ട് കയറി ചെല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് അനുമതി തരാൻ ആരുമില്ല എങ്കിൽ അങ്ങോട്ട് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. നിങ്ങളോട് മടങ്ങിപ്പോവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോവുകയാണ് വേണ്ടത്. അങ്ങനെ ഉന്നതമായ സംസ്കാരം ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ധാരാളമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒന്നോ രണ്ടോ നിർദ്ദേശങ്ങളല്ല. സ്ത്രീ പുരുഷന്മാർ ഇടപഴകുമ്പോൾ പാലിക്കേണ്ട ധാരാളം നിർദ്ദേശങ്ങളുണ്ട് സഹോദരങ്ങളെ. അതെല്ലാം ഹിജാബിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതെല്ലാം ഹിജാബി സംസ്കാരത്തിന്റെ ഭാഗമാണ്. തിന്മയിലേക്കുള്ള എല്ലാ കവാടങ്ങളും അടച്ചിടുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ചെയ്യുന്നത്. തിന്മയിലേക്കുള്ള എല്ലാ വാതിലുകളും അടച്ചിടുകയാണ് യഥാർത്ഥത്തിൽ ഹദീസും ഇസ്ലാമിക ശരീഅത്തും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ഒരവയവവും തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന അതല്ലെങ്കിൽ തിന്മയിലേക്ക് പ്രേരിതമാവുന്ന ഒരവസ്ഥ ഒരവയവത്തിനും ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽഐനാനി തസ്നിയാൻ. മനുഷ്യന്റെ ഇരു നേത്രങ്ങളും വ്യഭിചരിക്കുന്നുണ്ട്. മനുഷ്യന്റെ നേത്രങ്ങൾ വ്യഭിചരിക്കുന്നുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വസിനാഹു മന്നദർ. മനുഷ്യന്റെ നേത്രങ്ങളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് നിഷിദ്ധങ്ങൾ കാണുക, നിഷിദ്ധങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഹിജാബിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, നോക്കാതിരിക്കുക, നിഷിദ്ധങ്ങളിലേക്ക് നോക്കാതിരിക്കുക. ഫൽഐനാനി തസ്നിയാനി വസിനാഹു മന്നദർ. മനുഷ്യന്റെ ഇരു നേത്രങ്ങളും ഈ തെറ്റ് ചെയ്യുന്നുണ്ട്, വ്യഭിചാരം ചെയ്യുന്നുണ്ട്. ആ ഇരു നേത്രങ്ങളുടെയും വ്യഭിചാരം എന്ന് പറയുന്നത് നിഷിദ്ധങ്ങൾ നോക്കുക എന്നതാണ്. വല്ലുദുനു തസ്നി ഫസിനാഹ സമഉ. മനുഷ്യന്റെ കാതുകൾ വ്യഭിചരിക്കുന്നുണ്ട്. മനുഷ്യന്റെ കാതുകൾ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കാതുകളിലൂടെ ഈ ലൈംഗികമായിട്ടുള്ള മാർഗഭ്രംശങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന കേൾവികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. വല്ലിസാനു യസ്നി. മനുഷ്യന്റെ നാവ് വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹുൽ മന്തിഖു. ആ നാവിന്റെ വ്യഭിചാരം എന്ന് പറയുന്ന സംസാരമാണ്. കൊഞ്ചിക്കുഴയുന്ന രീതിയിൽ സ്ത്രീ പുരുഷന്മാരെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അത്തരം സംസാരങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള അങ്ങനെ ലൈംഗികേച്ഛയോടുകൂടി ലൈംഗിക ചുവയോടുകൂടിയോ അതല്ലെങ്കിൽ തെറ്റിലേക്ക് അവരെ നയിക്കുന്ന രീതിയിൽ കൊഞ്ചിക്കുഴയുന്ന രീതിയിലോ ഉള്ള സംസാരങ്ങൾ ഉണ്ടല്ലോ. അത്തരം സംസാരങ്ങൾ നാവിന്റെ വ്യഭിചാരമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. തുടർന്ന് പ്രവാചകൻ പറഞ്ഞു, വരിജുലു തസ്നി. മനുഷ്യന്റെ കാലുകൾ വ്യഭിചരിക്കുന്നുണ്ട്. ഫസിനാഹൽ മഷിയു. കാലിന്റെ വ്യഭിചാരം എന്ന് പറയുന്ന തിന്മയിലേക്കുള്ള വ്യഭിചാരത്തിലേക്കുള്ള നടത്തമാണ്. അതുപോലെ മനുഷ്യന്റെ കൈകൾ പിടുത്തം കൊണ്ട് വ്യഭിചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഹൃദയം വൽ ഖൽബു യതമന്നാ. മനുഷ്യന്റെ ഹൃദയം ആഗ്രഹിക്കുമ്പോൾ വ്യഭിചാരമാണ് ആഗ്രഹിക്കുന്നത്. യതമന്നാ വയസ്തഹി. മനുഷ്യന്റെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ട്, അത് വികാരം കൈകൊള്ളുന്നുണ്ട്. എന്നാൽ വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബു. മനുഷ്യന്റെ ഈ ഗുഹ്യസ്ഥാനം അതിനെ സത്യപ്പെടുത്തുകയോ കളവാക്കുകയോ ആണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഗുഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന തെറ്റ് മാത്രമല്ല വ്യഭിചാരം എന്ന് മനസ്സിലാക്കാൻ പ്രവാചകന്റെ ഈ വചനം എമ്പാടും മതി സഹോദരങ്ങളെ. ഓരോ അവയവങ്ങളിലും ആ തെറ്റ് സംഭവിക്കും. അതുകൊണ്ട് ആ തെറ്റ് അവയവങ്ങളിലൂടെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമാണ് വ്യഭിചാരത്തിലേക്കുള്ള കവാടങ്ങൾ അടക്കുന്ന, തിന്മയിലേക്കുള്ള കവാടങ്ങൾ അടക്കുന്നതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഹിജാബ് ശരിയായ രീതിയിൽ തന്നെ പാലിക്കുക. ഹിജാബി സംസ്കാരത്തിന്റെ ഭാഗമായി ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോവുക. വലാ തഖറബു സിനാ. വ്യഭിചാരം നിങ്ങൾ ചെയ്യരുതെന്നതല്ല ഖുർആനിന്റെ പ്രയോഗം, മറിച്ച് വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത് എന്നാണ്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. അത് മ്ലേച്ഛമായ വഴിയാണ്, അത് മോശമായ കാര്യമാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായും കൃത്യമായിട്ടും പറയുകയാണ്. അതുപോലെ തന്നെ ഹിജാബ് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ ലജ്ജാബോധം ഉണ്ടാക്കുകയാണ്. ഹിജാബ് അഴിക്കുന്നതോടുകൂടി സഹോദരങ്ങളെ ലജ്ജയുടെ പളുങ്ക് പാത്രമാണ് അഴിഞ്ഞു വീഴുന്നത്. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ വിശുദ്ധമായ സ്വഭാവമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അൽ ഈമാൻ ബിദ്ഉൻ വസബഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ ലദാ അനിത് ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസം 70-ൽ പരം ശാഖകളാണ്, 70-ൽ ചില്ലാനം ശാഖകളാണ് ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ
താഴ്ത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയലാണ്. അതിലേറ്റവും താഴ്ന്നത് വഴിയിൽ നിന്നും ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യലാണ്. എന്നാൽ അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജയെന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ശാഖയാണ്, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത്. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയതൊക്കെ ചെയ്തോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഹിജാബ് അഴിഞ്ഞു പോകുമ്പോ, അതല്ലെങ്കിൽ അഴിച്ചു മാറ്റുമ്പോ ലജ്ജയുടെ പളുങ്ക് മാത്രമാണ് തകർന്നു വീഴുന്നത് എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ പെൺമക്കൾക്കും ഉണ്ടാവണം. അവർക്കത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ പ്രേരണകളുമാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ലജ്ജയാണ് ഒരു വിശ്വാസിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, ഒരു വിശ്വാസിനിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അല്ല ഇബ്നു അബ്ബാസ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. അപ്പോഴാണ് കറുത്ത നിറമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ കടന്നു വന്നത്. ആ പെൺകുട്ടി കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇന്നി അസ്റഉ വഇന്നി അതകശഫു ഫദുഅല്ലാഹ ലി. അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ബോധക്ഷയം ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ബോധക്ഷയമുണ്ടാവുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ശരീരം വെളിവായി പോകുന്നുണ്ട്, എൻ്റെ ഡ്രസ്സുകൾ നീങ്ങിപ്പോകുന്നുണ്ട്. പ്രവാചകരെ, എനിക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ ശിഅ്തി സബർതി വലക്കിൽ ജന്ന. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് ക്ഷമിക്കാവുന്നതാണ്. ക്ഷമയുടെ പ്രതിഫലം എന്ന രീതിയിൽ നിനക്ക് സ്വർഗം ലഭിക്കുന്നതാണ്. വഇൻ ശിഅ്തി ദഅഉതുല്ലാഹ യുആഫീകി. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് അല്ലാഹു തആല സൗഖ്യം നൽകി. നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ക്ഷമ, ആ ക്ഷമ പാലിച്ചുകൊണ്ട്, നീ ക്ഷമിച്ചുകൊണ്ട് ആ ക്ഷമയിലൂടെ സ്വർഗം നേടിയെടുക്കാൻ നിനക്ക് സാധ്യമാവും. അതല്ല, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അതിലൂടെ നിനക്ക് സൗഖ്യവും ലഭിക്കും. ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് അതിലൂടെ സ്വർഗമാണ് ലഭിക്കാൻ പോകുന്നത്. പ്രവാചകരെ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, ഞാൻ എത്രയും ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ പ്രവാചകരെ, എനിക്ക് ബോധക്ഷയം ഉണ്ടാവുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ നീങ്ങിപ്പോകുന്നുണ്ട്. പ്രവാചകരെ, എൻ്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അതാണ് ആ പെൺകുട്ടിയുടെ ലജ്ജ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ലജ്ജയായിരുന്നു ആ പെൺകുട്ടിയെ സ്വർഗാവകാശി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്താനുള്ള അവരുടെ ഏറ്റവും ഉന്നതമായ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസിയുടെ സ്വഭാവത്തിൽ ഏറ്റവും ഉയർന്ന, വിശ്വാസിനിയുടെ സ്വഭാവത്തിൽ ഏറ്റവും ഉയർന്ന സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ്, ലജ്ജാബോധമാണ്. അതേ അവസരം തന്നെ സഹോദരങ്ങളെ, ഈ ലജ്ജയില്ലെങ്കിൽ നരകമാണ് കാത്തിരിക്കുന്നത് എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് ല യദ്ഖുൽനൽ ജന്നത വലാ യജിദന റീഹഹാ. വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, പക്ഷേ വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളാണ്. വസ്ത്രം ധരിച്ചതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇതാ വെളിവായി കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണ്, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, വലാ യജിദന റീഹഹാ, സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് കിട്ടുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, സ്ത്രീകളെയും സഹോദരിമാരെയും മക്കളെയും അതുപോലെ തന്നെ ഭാര്യമാരെയും മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ മുന്നോട്ട് പോവുക സാധ്യമല്ല. പുരുഷന്മാർക്കും കൃത്യമായ ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഭാര്യയോടും പെൺമക്കളോടും ഉപദേശങ്ങൾ നൽകുക എന്ന് മാത്രമല്ല, അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ശരീരം മുഴുവനായി മറയുന്ന വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക. ശരിയായിട്ടുള്ള ഹിജാബി രൂപം തന്നെ അവരുടെ ഡ്രസ്സിങ്ങിന് ഉണ്ടാവുക, അതുറപ്പുവരുത്തുവാൻ പുരുഷന്മാർക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അത് സാധ്യമാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നാളെ പുരുഷന്മാർ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. കാരണം പുരുഷന്മാരോട് നിങ്ങളുടെ കാര്യം മാത്രം നോക്കണമെന്നല്ല പറഞ്ഞത്, വിശ്വാസികളോട് നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കണമെന്നല്ല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളിനെന്നാണ് പറഞ്ഞത്. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുമാണ്. അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. അല്ലാഹു കൽപ്പിച്ചത് മാത്രം പ്രവർത്തിക്കുന്ന, അല്ലാഹു പറഞ്ഞതിന് എതിരായിട്ട് ഒന്നും പ്രവർത്തിക്കാത്ത,
കഠിന ഹൃദയരായിട്ടുള്ള പരുക്കന്മാരായിട്ടുള്ള മലക്കുകൾ കാവലിരിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കണം എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കണം എന്ന കൃത്യമായ വ്യക്തമായ നിർദ്ദേശമാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ പടച്ചതമ്പുരാനെ, എന്റെ മാതാപിതാക്കൾ എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ സംബന്ധിച്ച് ബോധവാനായില്ല എന്ന് നമ്മുടെ മക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മെ സംബന്ധിച്ച് റബ്ബിന്റെ കോടതിയിൽ പരാതി പറയുമ്പോ സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ അറിയണം, ലോകത്തെ നമ്മൾ പഠിപ്പിക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്ന് പറയുന്നത് ഐച്ഛികമായിട്ടുള്ള, അതല്ലെങ്കിൽ സുന്നത്തായ, അതല്ലെങ്കിൽ ഓപ്ഷണലായ, അതല്ലെങ്കിൽ വേണമെങ്കിൽ എടുത്താൽ പുണ്യവും ഉപേക്ഷിച്ചാൽ കുറ്റമൊന്നും കിട്ടാത്ത രീതിയിലുള്ള കാര്യമല്ല വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്ന് പറയുന്നത്. മറിച്ച് അനിവാര്യമായ കാര്യമാണെന്ന് കോടതികളെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാവണം. എങ്ങനെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്? പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നാം ആ ഒരു രീതി സ്വീകരിക്കണം എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ ആ ഒരു രീതി, വിശ്വാസിനികൾ ആ ഒരു രീതി സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാവണം. മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു ശതമാനം വരുന്ന ആളുകൾ ഇതൊന്നും പാലിക്കുന്നില്ല എന്നതും ഇത് അത്രയ്ക്ക് നിർബന്ധമല്ല, ഇത് ഓപ്ഷണലാണ് എന്നൊരു ധാരണയിലേക്ക് സാധാരണ പൊതുസമൂഹം എത്തിപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, അവർക്ക് അവരുടെ മക്കളെ എങ്ങനെയും ഏത് വേഷം ധരിച്ചുകൊണ്ടും സ്കൂളിലേക്ക് അയക്കാം, ഒരു കുഴപ്പവുമില്ല. ഏത് കോലത്തിലുള്ള ഡ്രസ്സിങ്ങും ധരിക്കാൻ അവരും റെഡിയാണ്, ഏത് കോലത്തിലും മക്കളെ അയക്കാനും അവർ റെഡിയാണ്. ഇങ്ങനെയുള്ള വലിയൊരു സമൂഹത്തെ കാണുന്നു. ആര് കാണുന്നു? പൊതുസമൂഹം കാണുന്നു. പിന്നെ ചിലര് മാത്രം ഹിജാബിന്റെ കാര്യത്തിൽ വാശി പിടിക്കുമ്പോൾ അത് അവരുടെ വാശിയാണ്, അവർ പ്രത്യേകം തീവ്രവാദികളാണ്, അവരൊരു പ്രത്യേകതരം മൗലികവാദികളാണ് എന്ന ഒരു നിലപാടിലേക്ക് പൊതുസമൂഹം, അത്തരം ഒരു ബോധ്യത്തിലേക്ക് പൊതുസമൂഹം എത്തിപ്പെടാൻ, അതല്ലെങ്കിൽ അത്തരം ഒരു പൊതുബോധം സമൂഹത്തിൽ രൂപപ്പെടാൻ ബഹുഭൂരിപക്ഷം ആളുകളും ഹിജാബ് പാലിക്കാത്ത അവസ്ഥ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹിജാബ് പാലിക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് സമൂഹത്തിൽ നാം കാണുന്നത്. ഇവിടെ സഹോദരങ്ങളെ, ഹിജാബ് പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരോട് പറയാനുള്ളത്, എന്തൊക്കെ പരിഹാസങ്ങൾ നേരിട്ടാലും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ധീരതയോടെ നിലപാടുകൾ സ്വീകരിക്കുവാൻ സാധ്യമാവണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ കാലമാണ് ഈ കാലം എന്ന് ഉറപ്പുവരുത്താവുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യഅതി അലന്നാസി സമാനുൻ സ്വാബിറു ഫീഹിം അലാ ദീനിഹി ഖൽ ഖാബിൽ അലൽ ജംർ. ജനങ്ങളുടെ മുമ്പിൽ ഒരു കാലം വരും, നിങ്ങൾ ഒരു കാലത്ത് ജീവിക്കും. പ്രവാചകൻ പറയാണ്, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങളുടെ മുമ്പിൽ ഒരു കാലം വരും, അന്ന് അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, ദീനിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, കൽ ഖാബിൽ അലൽ ജംർ, തീക്കനൽ കയ്യിൽ പിടിക്കുന്നവരെ പോലെയാണ്. അവരുടെ അവസ്ഥ തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലുള്ള പ്രയാസങ്ങളാണ് അവർക്കുണ്ടാവുക. എല്ലാവരും സമൂഹത്തിൽ അവരെ മാർജിനൈസിങ് ചെയ്യാൻ വേണ്ടി, എല്ലാവരും സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴും നിങ്ങൾ ദീനിൽ ഉറച്ചു നിൽക്കണം. ഈ ഘട്ടത്തിൽ ദീനിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും അയ്യാമ സബർ, നിങ്ങളുടെ പിറകെ ക്ഷമയുടെ കാലമാണ് വരാനിരിക്കുന്നത്. ആ കാലത്തെ സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രത കൈകൊള്ളണം. ലിൽ മുതമസ്സിക ഫീഹിന്ന യൗമഇദിൻ ബിമാ അൻതും അലൈഹി അജ്റു 50 മിൻകും, ആ കാലത്ത് ദീൻ ശരിയായ രീതിയിൽ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് നിങ്ങളിലുള്ള 50 പേരുടെ പ്രതിഫലമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാലം വരാനിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിറകെ ക്ഷമിച്ചുകൊണ്ട് വല്ലാത്ത ക്ഷമയുടെ ജീവിതം നയിക്കേണ്ടുന്ന ഒരു കാലം വരാനിരിക്കുന്നുണ്ട്. ആ കാലത്ത് ദീൻ ശരിയാവണ്ണം മുറുകെ പിടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് 50 പേരുടെ പ്രതിഫലമാണുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സ്വഹാബിമാർ ചോദിച്ചു, യാ നബിയല്ലാഹ് അവമിൻഹും ബൽ മിൻകും, പ്രവാചകരെ അവരിൽപ്പെട്ട 50 പേരുടെ പ്രതിഫലമാണോ വാഗ്ദാനം ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിൽപ്പെട്ട 50 പേരുടെ പ്രതിഫലമല്ല, മറിച്ച് നിങ്ങളിൽപ്പെട്ട 50 പേരുടെ പ്രതിഫലമാണ് അവർ നേടിയെടുക്കാൻ പോകുന്നത്. നിങ്ങളിൽപ്പെട്ട സ്വഹാബിമാരിൽപ്പെട്ട 50 പേരുടെ പ്രതിഫലം ആരാണ് നേടിയെടുക്കുന്നത്? ക്ഷമിച്ചുകൊണ്ട്. പലരും ഒറ്റപ്പെടുത്താനും പലരും കുറ്റപ്പെടുത്താനും ശ്രമിക്കുമ്പോഴും അത്തരം ഒറ്റപ്പെടുത്തലുകളെയും കുറ്റപ്പെടുത്തലുകളെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ നിലപാടോടുകൂടി ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്കാണ് 50 പേരുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തത്. സഹോദരങ്ങളെ, പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് വ്യക്തമായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട്, വളരെ കൃത്യമായ ഭരണഘടന. ആ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഈ രാജ്യത്തെ ഓരോ പൗരനും അവർക്ക് ഇഷ്ടപ്പെടുന്ന മതം അനുഷ്ഠിക്കുവാനും വിശ്വാസം സ്വീകരിക്കാനും
സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നതാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഭക്ഷണ സ്വാതന്ത്ര്യത്തിനെന്ന പോലെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനും വേണ്ടി നാം വാദിക്കേണ്ട സഹോദരങ്ങളെ. ഇവിടെ ഹിജാബ് ധരിക്കേണ്ട, അത് യൂണിഫോമിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന സഹോദരി അടക്കം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നതാണ് ഒരു വൈരുദ്ധ്യം സഹോദരങ്ങളെ. ഇതാണ് വൈരുദ്ധ്യം. അവർക്ക് എങ്ങനെ ശിരോവസ്ത്രം ധരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ രാജ്യത്തൊരു ഭരണഘടനയുള്ളത് കൊണ്ടാണ്. അതേ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളും പറയുന്ന എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം നൽകേണ്ടതുണ്ട്. ആ സ്വാതന്ത്ര്യം സ്വയം അർഹമാണെന്ന് വിശ്വസിക്കുകയും അതല്ലെങ്കിൽ സ്വയം അത് ആചരിക്കുകയും അതേസമയം തന്നെ മറ്റുള്ളവർക്ക് നിഷേധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്. കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുള്ളത് അവർ വിശുദ്ധകളായതുകൊണ്ടാണ് അവരിതുപോലെ ഡ്രസ്സുകൾ ധരിക്കുന്നത്. പക്ഷെ വിശ്വാസികളുടെ സങ്കല്പം അനുസരിച്ച്, ഇസ്ലാമിക വിശ്വാസികളുടെ സങ്കല്പം അനുസരിച്ച് മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ വിശുദ്ധകളാണ്. വിശുദ്ധകളായ സ്ത്രീകൾക്ക് ഹിജാബ് പാലിക്കണം. അവരുടെ വിശുദ്ധതയുടെ മഹത്വം അനുസരിച്ചുകൊണ്ടാണ് ഇസ്ലാം, ഖുർആനും ഹദീസുമെല്ലാം അവർക്ക് കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡ് നിർണയിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാൻ സഹോദരങ്ങളെ, ഇത്തരം വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, ഇത്തരം പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവണം. അതോടൊപ്പം രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതായത് അതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താണ് ആ കാര്യം? സമൂഹം വിഭജിക്കാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് വേണം എന്നുള്ളതാണ്. ഇത്തരം വിവാദങ്ങളിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അവരവരുടേതായ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ ശക്തികളും അതുപോലെ തന്നെ കാസയടക്കമുള്ള കൃസംഗികളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്ലാറ്റ്ഫോം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ വിഭജനം, വല്ലാത്ത അകലമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇത്തരം വിവാദങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മതപരവും ഭരണഘടനാപരവുമായ നമ്മുടെ നിലപാടുകളിൽ നാം ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ സമൂഹം ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ജാഗ്രതയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്. സമുദായങ്ങൾ അകലാതിരിക്കാനുള്ള സൂക്ഷ്മത നമുക്ക് വേണം. അതിനുവേണ്ടി ഹിജാബ് അഴിക്കണം എന്നല്ല പറയുന്നത്, മറിച്ച് ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള വേഷവിധാനങ്ങൾ അനുസരിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളക്കരയിൽ തന്നെയുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ അങ്ങനെയുള്ള ധാരാളം യാതൊരു വിവേചനവുമില്ലാത്ത ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ക്രൈസ്തവ സഭകൾ തന്നെ നടത്തുന്നുണ്ട്. മുസ്ലിം സഹോദരങ്ങളും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളും നടത്തുന്നുണ്ട്. അത്തരം യാതൊരു വിവേചനവുമില്ലാത്ത സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുക, അതിന്റെയൊക്കെ നിലവാരം പഴയതിൽ നിന്ന് ഒരുപാട് ഉയർന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സ്ഥാപനങ്ങൾ മാത്രമല്ല, നല്ല മനുഷ്യരും എല്ലാ വിഭാഗത്തിലുമുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങളിലുമുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളിലുമുണ്ട്, മുസ്ലിം സഹോദരങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും നല്ല മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാര് തന്നെ ഈ ഹിജാബ് നിരോധനത്തിനെതിരെ വത്തിക്കാൻ സ്ഥാനപതിക്ക് കത്തെഴുതിയ വാർത്തയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ക്രൈസ്തവ സഹോദരന്മാര് വത്തിക്കാൻ സ്ഥാനപതിക്ക് ഹിജാബ് നിരോധനത്തിനെതിരെ കത്തെഴുതി എന്ന് പറയുമ്പോൾ നീതിബോധമുള്ള മനുഷ്യർ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട് എന്ന തിരിച്ചറിവോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. സമൂഹം ധ്രുവീകരിക്കപ്പെടാൻ പാടില്ല, സമൂഹം വിഭജിക്കപ്പെടാൻ പാടില്ല, സമൂഹം വർഗീയമായിട്ട് രണ്ട് ചേരികളിലേക്ക് അകന്നു പോവാൻ പാടില്ല. അതിനാവശ്യമായ ജാഗ്രതയും നമുക്ക് ഉണ്ടാവണം എന്നതാണ്. സഹോദരങ്ങളെ, സാഹോദര്യം അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. തഖ്വയും ഈമാനുമുള്ള വസ്ത്രവും ജീവിതവും അല്ലാഹു തആല നമ്മുടെ സന്താനങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നാടിന്റെ സൗഹൃദാന്തരീക്ഷം നിലനിർത്തി തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.